ഹായ് ഫ്രണ്ട്സ്, ഫാബ്രിക്കേഷൻ ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഹണികോം കർട്ടനെ കുറിച്ചിട്ടാണ്. മോസ്കിറ്റോ വിൻഡോ കർട്ടനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് ഒരു സ്ലൈഡിങ് ടൈപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് 2-3 വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇത് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഹണികോം കർട്ടൻ ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു മോഡലായതുകൊണ്ട് തന്നെ പലർക്കും പല സംശയങ്ങളുണ്ട്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണ്, അതേപോലെ ഇതിൻ്റെ ലാസ്റ്റിങ് എങ്ങനെയാണ്, പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പലർക്കും പല സംശയം ഉണ്ട്. നമ്മൾ സൈറ്റിൽ പോകുമ്പോഴൊക്കെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണിത്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാച്ചിട്ടാണ് നമ്മൾ സൈറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സംഭവം ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിം മൊത്തം അലൂമിനിയവും പിന്നെ അതിൻ്റെ നെറ്റ് വന്നിട്ട് നൈലോണാണ് വരുന്നത് കേട്ടോ. ഈ നൈലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സംഭവം തന്നെയാണ്. പിന്നെ നമുക്ക് വീട്ടിൽ ചില എലിശല്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എലി കടിച്ച് മുറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇത് സ്റ്റീലാണെന്നുണ്ടെങ്കിൽ അവർക്ക് കടിച്ചാൽ തട്ടില്ല, കടിച്ചാൽ തട്ടുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണിത്. പക്ഷേ നമ്മളത് എങ്ങനെ വലിച്ചാലും ഇതാക്കിയാലും ഒന്നും അതൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ കുട്ടികളുടെ വീടുകളാണെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് എന്തെങ്കിലുമൊക്കെ സ്ക്രൂ ഡ്രൈവറോ അതേപോലെ കത്തിയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കുത്തുകയോ കാര്യങ്ങൾ ചെയ്താലൊക്കെ ഹോൾ വരും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അത്ര പക്കാ സ്ട്രോങ് ആയിട്ടുള്ളൊരു സംഭവമല്ല, അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ നൈലോൺ മെറ്റീരിയലാണ് ഇതിന് വരുന്നത്. ഇതാണ് അത് കറക്റ്റ് മടക്കിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അതേപോലെ പലവരുടെ ഒരു സംശയമാണ്, ഈ മെറ്റീരിയൽ എങ്ങനെയാണ് ഇത്ര സ്മൂത്തായിട്ട് സ്ലൈഡ് ചെയ്ത് പോകുന്നത്, എങ്ങനെയാണ് കറക്റ്റ് മടങ്ങി ഒരു മൂലക്കിൽ പോയി നിൽക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു നൈലോണിൻ്റെ ഒരു കയറ് വരുന്നുണ്ട്. അത് വളരെ സ്ട്രോങ് ആയൊരു സംഭവമാണ്. അപ്പോൾ അതിലുമേയാണ് ഇതിൻ്റെ ഫുള്ള് കളി വന്ന് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ കയറ്, നല്ല സ്ട്രോങ് ആയ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതിലൂടെയാണ് അത് സ്മൂത്തായിട്ട് പോകുന്നത് കേട്ടോ. പക്ഷേ നമ്മളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കയറും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അത് നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ളൊക്കെ സെറ്റപ്പ് ആകുമ്പോൾ തന്നെ ഉണ്ട്. അതേപോലെ ഈ ഹണികോം സ്ലൈഡിങ് നമ്മൾ ഉണ്ടാക്കുന്നതല്ല കേട്ടോ, ഇത് റെഡിമെയ്ഡ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റ് അയച്ചു കൊടുത്ത് ആ അളവിലാണ് ഈ സംഭവം വരുന്നത്. പല ഭാഗത്തും ഇതിൻ്റെ മെറ്റീരിയൽ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ ഭാഗത്ത് ഇത് കിട്ടാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ പാലക്കാട് ഭാഗമാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് നമ്മൾ കമ്പനിക്ക് അയച്ച് അവിടെ നിന്ന് റെഡിമെയ്ഡ് വരുത്തുന്നതാണ് കേട്ടോ. അതേപോലെ ഈ ചാനലിൻ്റെ ഉള്ളിലൂടെ ഒരു വേറൊരു ചാല് പോകുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെയാണ് ഇതിൻ്റെ നൈലോണിൻ്റെ നൂല് പോകണം കേട്ടോ. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ആകുമ്പോൾ തന്നെ ഉണ്ട്. അത് ടൈറ്റ് ആക്കും തോറും നമ്മൾ ഈ സ്ലൈഡ് ചെയ്ത് നീക്കണ ചെറിയൊരു ടൈറ്റ് വരും. ചിലർക്ക് സ്മൂത്തിൽ ഓടണമെന്നുണ്ടെങ്കിൽ അത് ലൂസാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയും ചെയ്യും. അങ്ങനെ നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്ത് കയറ്റുന്ന വീഡിയോ കാണിച്ചു തരാം. ഇത് നമ്മുടെ വീഡിയോ കാണുന്ന പലവരും ചിലപ്പോൾ പല വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ചെറിയൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ നൂലും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രം. അത് കറക്റ്റ് ആയാലുള്ള അതിൻ്റെ ഗാഡിയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ വീട്ടിൽ ഓൾറെഡി ഈ ജനലിന്മേ ഇതേപോലെ സീബ്ര കർട്ടൻ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അത് ഊരിയെടുത്തിട്ട് നമ്മളിത് ഫിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ സീബ്ര ലൈൻ കർട്ടൻ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ വീട്ടിൽ ഓൾറെഡി ഈ കൊതുകിൻ്റെയും ചെറു പ്രാണികളുടെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ അവർ 2 വിൻഡോസിൽ ഒരു ഓപ്പൺ ടൈപ്പ് മോസ്കിറ്റോ വിൻഡോ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ വരുന്നതുകൊണ്ട് ഈ വിൻഡോ ഇവിടെ ഇവർക്ക് തുറക്കണമെങ്കിലും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇത് മൊത്തം ഒഴിവാക്കിയിട്ട് ഹണികോം കർട്ടൻ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഹണികോം കർട്ടൻ നമ്മളിതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സ്ക്രൂ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതേപോലെ അതിൻ്റെ ഉൾവശത്ത് സിലിക്കോണൊക്കെ അടിച്ച് ഉള്ളിലേക്ക് ടൈറ്റാക്കിയിട്ട് കയറ്റി വെച്ചിരിക്കുകയാണ്. അത് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത് 2 ആൾ കൂടിയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്, വേറെ ആളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. പക്ഷേ അതൊന്നുമില്ല, അത് നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് ആയതുകൊണ്ട് തന്നെ ഉൾവശത്ത് സിലിക്കോൺ അടിക്കണം, അതിൻ്റെ ഉള്ളിലേക്ക് ടൈറ്റാക്കി കയറ്റി വയ്ക്കുന്നു, വേറെ ഒന്നുമില്ല. അത് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് സെറ്റാവും. വേറെ അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഫ്രെയിം വരുമല്ലോ, നമ്മൾ ഹണികോം കർട്ടൻ്റെ ഫ്രെയിമിൻ്റെ മേൽവശത്താണ് ഈ സീബ്ര ലൈൻ കർട്ടൻ്റെ ക്ലാമ്പ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അത് വളരെ വൃത്തിയായിട്ട് തന്നെ അതിനോടൊപ്പം ചേർന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് റേറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയാനുള്ളത്, ഒരു സ്ക്വയർ ഫീറ്റ് ചെയ്തെടുക്കാൻ 260 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ.
അപ്പോൾ നമ്മുടെ സീബ്ര ലൈൻ കർട്ടൻ ഇറങ്ങിയ സമയത്തൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ഇത് ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് ഇതിൻ്റെ റേറ്റ് കുറഞ്ഞ് വളരെ ഇപ്പോൾ സ്ക്വയർ ഫീറ്റിന് 80 രൂപ 85 രൂപ 90 രൂപയ്ക്കൊക്കെ ചെയ്യുന്നുണ്ട്. ആദ്യം 150 രൂപ 170 രൂപ അങ്ങനെയൊക്കെ ആ റേഞ്ചിലായിരുന്നു അതിന് റേറ്റ് വന്നിരുന്നത്. അതേപോലെ നമ്മുടെ നാട്ടിൽ ഇതിപ്പോൾ സുലഭമാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയലൊക്കെ ഇവിടെ ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇത് വളരെ താഴ്ത്തി ചെയ്യാൻ പറ്റുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മെറ്റീരിയൽ എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഭാവിയിൽ ഇത് റേറ്റ് കുറയാനും സാധ്യത ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഹണി കോം കർട്ടനിൽ 2 ഐറ്റം വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന സീബ്ര ലൈൻ കർട്ടൻ കണ്ടോ, ഇപ്പോൾ നമ്മൾ വലിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് വരുന്നത് സ്ലൈഡിങ് തന്നെയാണ്. അതായത് 2 ട്രാക്കായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം. അത് ഒറ്റ സെറ്റിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് റേറ്റ് കുറവായിട്ട് കിട്ടും. അതായത് രണ്ടും പാടെ വരുന്നതിന് 310 രൂപ എന്തൊക്കെയാണ് ചാർജ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇതാണ് കർട്ടനും അതേപോലെ മോസ്കിറ്റും പാടെ വരുന്ന ഒരു ടൈപ്പ് കേട്ടോ. ഒരു സൈഡിലേക്ക് നമുക്ക് ഇതേപോലെ മോസ്കിറ്റോ നെറ്റ് സ്ലൈഡ് ചെയ്ത് നീക്കാം. മറു സൈഡിലേക്ക് അത് ആവശ്യമില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കർട്ടനായിട്ടും ഉപയോഗിക്കാം. ഇത് നമ്മളൊരു വീട്ടിൽ 4 കള്ളി ജനലിന് കിച്ചണിൽ ചെയ്ത ഒരു സ്ലൈഡിങ് തന്നെയാണ് കേട്ടോ. കിച്ചണിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ചൂട് തട്ടുന്ന, അതായത് ഗ്യാസ് അടുപ്പൊക്കെ എടുത്ത് നിന്നിട്ട് നന്നായിട്ട് തീ കത്തുന്ന ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലോട്ട് തീ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തോടത്തൊക്കെ ഇത് ഒഴിവാക്കിയിരിക്കും നല്ലത്. കാരണം നൈലോൺ ആയതുകൊണ്ട് കൂടുതൽ തീ തട്ടിക്കഴിഞ്ഞാൽ അത് ഉരുകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കണ്ടോ, ഇത് നീക്കിയിട്ട് കഴിഞ്ഞാലും ഇനി ഇത് ക്ലോസ് ചെയ്താലും നമുക്കവിടെ നെറ്റ് ഉള്ളതായിട്ടൊന്നും പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. കാരണം അത്രയും നെയ്സ് ആണ് അതിൻ്റെ ഹോളുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഒരു കളറ് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടാലും അവിടെ ഒരു നെറ്റ് ഉള്ളതായിട്ടൊന്നും പെട്ടെന്ന് നോക്കി നമുക്ക് കാണാൻ കഴിയില്ല കേട്ടോ. നമ്മൾ നോർമല് മോസ്കിറ്റോ വിൻഡോ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീരെ നമുക്ക് കാണാൻ കഴിയില്ല. ഇതിൻ്റെ ഒരു മടക്കിയുള്ള ടൈപ്പ് ആയതുകൊണ്ട് ചെറുതായിട്ട് അതിൻ്റെ ഒരു മടക്ക് നമുക്ക് വിട്ട് നോക്കുന്ന സമയത്ത് കാണാൻ കഴിയും. കണ്ടോ, അത് നമുക്ക് എടുത്തു നിന്നിട്ട് പിടിക്കുമ്പോഴും അത്യാവശ്യം നന്നായിട്ടുള്ള ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ വല്ല കത്തിയോ അല്ലെങ്കിൽ വല്ല എലിയൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ അത് കറണ്ട് എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. കാരണം ഇത് അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ നമുക്കിത് ഈ റേറ്റിന് വർത്താണോ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം. കാരണം ഇത് ഇപ്പോൾ ഇറങ്ങാൻ തുടങ്ങിയതായതുകൊണ്ട് തന്നെ കൂടുതൽ റേറ്റ് ഉണ്ട്. 260 രൂപയാണ് ഇതിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏരിയ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളളവ് എടുക്കുക, നീളമിൻ്റെ വീതി എടുത്തിട്ട് അതിനെ ഇഞ്ച് കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇഞ്ചിനെ ഇഞ്ച് കൊണ്ട് ഗുണിച്ചിട്ട് 144 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സ്ക്വയർ ഫീറ്റ് കിട്ടും. അപ്പോൾ അതിനെ ഈ 260 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എത്രയാണ് ഇതിൻ്റെ വില എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കിട്ടാവുന്ന ഒന്നുള്ളൂ. അപ്പോൾ ഈ വീട്ടിൽ എല്ലായിടത്തും ഈ മോസ്കിറ്റോ സ്ലൈഡിങ് ചെയ്തെടുത്തിട്ടുണ്ട് ഹണികോമിൻ്റെ. അപ്പോൾ ഈ സംഭവത്തിൽ ഇതിൻ്റെ കർട്ടനല്ല ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി നമ്മൾ നമ്മുടെ സീബ്ര ലൈൻ കർട്ടനാണ്, നോർമൽ വരുന്ന കർട്ടൻ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മറ്റേത് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെയും വേണമെങ്കിൽ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സംഭവം നമ്മുടെ സീബ്ര ലൈൻ കർട്ടൻ ഇതിൻ്റെ മേലെ വരുമ്പോൾ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, അതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊന്നും കാണില്ല. കാരണം നമ്മുടെ ഹണികോം കർട്ടൻ്റെ ഫ്രെയിമിൻ്റെ മുകൾ വശത്താണ് ഇതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതും ഇതുമായിട്ടൊരു ബന്ധം ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്മൂത്തായിട്ട് അത് ഓടിട്ടോ. ഈ വീട്ടിൽ ഹണികോം കർട്ടൻ മാത്രമല്ല മോസ്കിറ്റോ വിൻഡോയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓപ്പൺ വിൻഡോ ആവുന്ന സമയത്ത് നമുക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഒരുപാട് ബാത്റൂമിൻ്റെ വെൻറ്റിലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഓപ്പൺ ടൈപ്പാണ് കൊടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ചിലവ് കുറവാണ്. മറ്റേത് റേറ്റ് കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ റൂമിനും ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം നമ്മൾ വിട്ടുനിന്ന് നോക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവം ഫിറ്റ് ചെയ്തായിട്ടെന്നുള്ളൊരു ഫീലിങ്ങും കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം അതിൻ്റെ ഫ്രെയിം അവിടെ ഇരിക്കുന്നത് പോലും നമുക്ക് പെട്ടെന്ന് നോക്കി അറിയാൻ കഴിയില്ല കേട്ടോ. കണ്ടോ, നമ്മളിതിപ്പോൾ ജസ്റ്റ് ഇട്ടിട്ടാണ് തുറന്നിടാത്ത ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചുളിഞ്ഞൊരു, അതായത് മടക്കുള്ള ടൈപ്പ് ആയതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ലൈനായിട്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലാതെ പെട്ടെന്ന് നോക്കിയാലൊന്നും നമുക്ക് അത് കാണാൻ കഴിയില്ല.
നമ്മളിതിൻ്റെ ക്ലാമ്പ് മേൽവശത്തോട്ടാണ് സ്ക്രൂ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളിത് ഈ ഫ്രെയിമിൻ്റെ മുകൾ വശത്തേക്കല്ല, നേരെ മേലോട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ നമുക്കിനി മോസ്കിറ്റോ വിൻഡോ, ഓപ്പൺ വിൻഡോ ചെയ്തത് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു വർക്ക് ഏരിയയിൽ തന്നെയാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതായി കാണുന്നതാണ് കേട്ടോ. ഇതൊരു ഓപ്പൺ ടൈപ്പാണ്. അതേപോലെ നമ്മൾ ഇതേപോലെ വെൻറ്റിലേഷനിലൊക്കെ ഇത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിൻ്റെ വെൻറ്റിലേഷനാണ് ഈ വരുന്നത്. അപ്പോൾ ചെറിയ വിൻഡോ ആണ് കേട്ടോ. ഈ ഓപ്പൺ വിൻഡോയിൽ ലോക്ക് ഫിറ്റിംഗ് ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തഡാണ് കേട്ടോ. നമ്മളെ പണ്ടൊക്കെ നമ്മൾ ഈ കോഴിക്കൂട്ടിനൊക്കെ വെക്കുന്ന ഒരു സിസ്റ്റമാണ് വരുന്നത്. ഒക്കെ ഫൈബർ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളതിൽ സ്ക്രൂ ചെയ്ത് ജസ്റ്റ് അതിക്ക് മേലോട്ടിട്ട് കഴിഞ്ഞാൽ ഇതാ വളരെ ടൈറ്റ് തന്നെയാണ്. ഏത് കൂടി ഒരു ഉറുമ്പ് പോലും കയറി വരില്ല. അത്രയും ടൈറ്റിൽ തന്നെ പതിഞ്ഞിട്ട് തന്നെയാണ് ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലൊക്കെ അലുമിനിയാണ് വരുന്നത്. പിന്നെ അതിൽ നെറ്റ് കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ നൈലോണും നമുക്ക് ചെയ്യാം. ഇപ്പോൾ സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റീൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സിസ്റ്റം വരുന്നത് കേട്ടോ. നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇത് നമുക്കൊരു വിൻഡോ ചെയ്തെടുക്കാൻ ഒരു 900 രൂപ, 1000, 1200 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. നൈലോണിൻ്റെ ആണെങ്കിൽ 900, സ്റ്റീലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പക്ക SS ആണെങ്കിൽ 1000. പിന്നെ അതിൻ്റെ കെട്ടൊക്കെ കൊടുക്കുന്നതിനനുസരിച്ചാണ് ചെറിയ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മൾ ബാത്റൂമിൻ്റെ വെൻറ്റിലേഷനും അതിൽ ഒറ്റ ലോക്കാ കൊടുക്കുന്നുള്ളൂ, കാരണം ഹൈറ്റ് കുറവായതുകൊണ്ട്. ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഹിഞ്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് വെച്ചിട്ട് വരും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിപ്പോൾ വുഡിൻ്റെ കട്ടിലാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് റൈവോൾഡ് സ്ക്രൂ ഡയറക്റ്റ് കൊടുക്കാം. അതെല്ലാം സിമെൻറ്റ് കട്ടിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ അത് സൂക്ഷ്മമായിട്ട് തുളച്ചിട്ട് നമ്മൾ ഫിഷറൊക്കെ അടിച്ച് കയറ്റിയിട്ട് ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ മെയിനായിട്ട് ഹണികോം കർട്ടനെ കുറിച്ചിട്ട് പറയാനാണ് വന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു ഓപ്പൺ വിൻഡോയും കൂടി ഉൾപ്പെടുത്തിയെന്ന് മാത്രം. അപ്പോൾ ഇതുവരെ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.